എടേ നീ പറയണയൊക്കെ ശരി തന്നെ. പക്ഷെ ഒരു കല്യാണം കഴിക്കാൻ പോണെന്ന് വിചാരിച്ച് ആരുടെ മുമ്പിലും തല ഉനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിനക്ക് അമലിനെ അറിയാല്ലേ, ഒരൊറ്റ സ്റ്റാൻഡിൽ നിൽക്കും. എടാ എനിക്ക് കാല് പിടിക്കാനൊന്നും പറ്റൂല. അവളുടെ അച്ഛന്റെ കൂട്ടുകാരനാ, അമ്മാവനാ, ചിറ്റപ്പനാ, ആരാ വരട്ട്. ഇനിയിപ്പോ എനിക്കെന്ത്? എടാ ശ്രീകുട്ടി എനിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവളെ കെട്ടും. കേട്ടല്ലേ? അമലിന്റെ റൂമാണോ? അതെ. എടാ മരത്തിലെ വരണം തോന്നുന്നു. അജുബ് മാമാ കിഫാലക് സദീഖ് ज़ेन अल्हम्दुलिल्लाह बैरत भी मौजूद था हराबी മാഫി മുഷ്കിൽ ആരാ തർത്തി. ഓക്കെ 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 ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ കല്യാണം നടക്കത്തുള്ളൂ. ഓക്കെ അമൽ അമൽ ഞാൻ ശ്രീകുട്ടിയുടെ ശർമ്മ മാമ. ഡേ എനിക്കൊന്നും ഇഷ്ടമല്ല. അനുഗ്രഹം മേടിക്കണതാ. അല്ല പകുതിയാക്കുന്നത് കംപ്ലീറ്റ്. മാമാ ശ്രീകുട്ടി എന്റെ മകളാണ്. സദാശിവ മാമന്റെ മോളല്ലേ? സദാശിവന്റെ മകളാണ്. കല്യാണത്തിന് കൈപിടിച്ചേരാ രണ്ടച്ഛന്മാര്. അവളുടെ അമ്മ അമ്മ എന്റെ മകളെ പോലാണ്. അങ്ങനെ രക്ഷപ്പെട്ട്. മാമ നിന്നെ കണ്ട് നല്ല പരിചയമല്ലോടെ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ മാമ. ആര് പറഞ്ഞു വഴിയില്ലെന്ന്? എന്റെ വീട്ടിലോട്ട് കയറാൻ ലോറി പോകുന്ന വഴിയുണ്ട്. പേർഷ്യൻ കൗണ്ടറായിട്ട് ഇറങ്ങിയിരിക്കണല്ലോ. പേർഷ്യയൊക്കെ പണ്ട്, ഇപ്പൊ ഗൾഫല്ലേ. ആ ഒരു ബോധം മാമൻ ഉണ്ടായിരുന്നാ മതി. പേർഷ്യൻ കാലത്ത് അടിച്ചിരുന്ന കൗണ്ടറാണ് മാമ ഇപ്പൊ ഇങ്ങോട്ട് ഇറക്കിയത്. ആ പെണ്ണിന്റെ വീട്ടിലോട്ട് ഒറ്റ കോൾ ചെയ്താൽ മതി നിന്റെ കല്യാണം മുടങ്ങാൻ. അമ്മ കിടിലൻ കൗണ്ടർ. പേർഷ്യന്ന് നേരെ ഗൾഫിലെത്തി. ഒന്നും കൂടെ പറയാമോ ആ കൗണ്ടർ? റിപ്പീറ്റ് ചെയ്ത് ഏക്കത്തിലിടാം. പോട്ട്. നാട്ടിലാരൊക്കെ ഉണ്ട്? വിദേശത്തില്ലാത്തവരെല്ലാം നാട്ടിലുണ്ട്. എന്താ മാമ? അല്ല നീ ഇപ്പൊ അടിച്ച കൗണ്ടറിന് ഒരു മ്യൂസിക് ഇട്ട് ഫില്ല് ചെയ്തതാ. നിന്റെ 3 തലമുറയുടെ കല്യാണം ഞാൻ മുടക്കും. മാമ ചതിക്കല്ലേ മാമ. എന്റെ പൊന്നു മാമനല്ലേ, ചതിക്കല്ലേ. ഓക്കെ ഓക്കെ. നാട്ടിലെവിടെ? നാട്ടിൽ ഞാൻ തിരുവനന്തപുരത്ത്. മാമ മാമ തിരുവനന്തപുരത്ത് നീ എന്ത് ആവശ്യത്തിന് വന്നാലും ഈ അമലുണ്ട്, സെറ്റാക്കി തരും. തിരുവനന്തപുരത്തെ ശംഖുമുഖത്ത് ആ തെരയെല്ലാം അടിച്ച് കരയെല്ലാം പോയല്ലേ മാമ. അതെന്നെ കൊണ്ട് കൂട്ടിയാ കൂടൂല. ഈ കടൽ ഷോ പോക്ക. ഞാൻ അതല്ല പറഞ്ഞ. തിരുവനന്തപുരത്ത് എവിടെ എന്റെ വീട്? പൗണ്ട് കടവിൽ എനിക്കൊരു സുഹൃത്തുണ്ടല്ലോ. ആ ജംഗ്ഷന് ബേക്കറി നടന്ന ഒരു മീശ ഇപ്പൊ എവിടെ റേ? മീശ ചുണ്ടിന്റെ മുകളിലല്ലേ? യവനെ ഉണ്ടല്ലോ. നിന്റെ അച്ഛന്റെ കല്യാണം വരെ ഞാൻ മുടക്കും. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്റെ അച്ഛന്റെ കല്യാണം എന്തിനു മുടക്കണം? പിന്നെ നിന്റെ കല്യാണമല്ലോ. മാമാ നിങ്ങൾ എന്തെങ്കിലും പറയുമ്പോ എന്തിനോ ആ കുട എടുത്തോണ്ട് അങ്ങോട്ട് ഓടണത്? ഒരു കാര്യം മനസ്സിലാക്കണം. ഇത്രയും പ്രായമായി മാമന് ഇതാ ഉണ്ടല്ലോ ഹാർട്ടിനൊക്കെ പ്രോബ്ലം വരും. ഇത്രയും ദേഷ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ ടെൻഷനൊക്കെ ഇനി വരാൻ. മാമ നല്ല മൂട്ട ഉണ്ടെന്ന് തോന്നലടാ ഇവിടെ. നല്ല മൂട്ടുണ്ടെ മാമ വീട്ടിട്ട് വളർത്തും. ഒന്നുമില്ല ഇരിക്കേ മാമ. ഇരിക്കട്ടെ അമ്മ. എന്താണ് ജോലി നിനക്ക്? ജോലിയൊക്കെ ചോദിച്ചാ അങ്ങനെയൊക്കെ നിരങ്ങണ ജോലിയാ? തട്ടിമുട്ടിയൊക്കെ പോണോ മാമ? ആക്രിക്കട സെയിൽസ്മാൻ മാമ. ആക്രിക്കടയായിരുന്ന ഇപ്പൊ കല്യാണം ഞാൻ ക്യാൻസൽ ചെയ്തത്. മാമ നിന്റെ ORVM എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതെന്തോന്നു മാമ അങ്ങനെ ഒരു ടോക്ക്? ഓവർ വിനയം. അങ്ങനെയായിരുന്നു മാമ. നിങ്ങൾ ദുബായിൽ വന്നിട്ട് എത്ര ആളായി? അത് കരളലിയിപ്പിക്കുന്ന കഥയാടാ. ആ കരളലിയിപ്പിക്കുന്ന കഥ എനിക്കും കൂടെ ഒന്ന് പറഞ്ഞു തരുമോ മാമ? കരളലിയിപ്പിക്കുന്ന വല്ലതും ഉണ്ടോ നിന്റെ? മാമ പറയണേ, എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഈ കരളലി സാധാരണ പ്രവാസികളെ വിഷമമൊക്കെ വരുമ്പം ഇച്ചിരി കരളലിയിപ്പിക്കല്ലോ. സാധനം നിനക്ക് അറിയത്തില്ല. മാമ എന്താണ് പറയണേന്ന് എനിക്ക് അങ്ങോട്ട് കിട്ടുന്നില്ലല്ലേ? നിന്റെ വിസയും ക്യാൻസൽ ചെയ്ത് നിന്നെ ഈ നാട് കടത്തണം. നിന്റെ കല്യാണവും മുടക്കണം. ഇവിടെ പ്രവാസികൾ ഉപയോഗിക്കുന്ന കരളലിയിപ്പിക്കുന്ന സാധനം നിനക്ക് അറിയത്തില്ലടാ. മാമൻ അലിയിപ്പിച്ചാ പോരെ? റമ്മു കൊണ്ട് അലിയിപ്പിക്കണോ, ബ്രാൻഡി കൊണ്ട് അലിയിപ്പിക്കണോ? എന്തെങ്കിലും ചാത്തനെടു. എന്റെ ദൈവമേ, വായിന്ന് പറയുകയും ചെയ്ത് അവന്മാര് വാങ്ങിച്ചു വെച്ചേക്കണേണ്. ഇന്ന് എന്നെ വെട്ടി കീറും അവന്മാര്. പ്രവാസിയാണ് പോലും പ്രവാസി. മാമ ഇത് മതിയാ മാമ? വൈറ്റേ ഉള്ളൂ. വേറെ ഉണ്ടോടാ? വേറെ ഇല്ല. അപ്പൊ ഇത് മതി. നോക്കിയാണ് വെറൈറ്റി ടച്ചിങ്സ് ആണ്. ബദാം, കാഷ്യൂനട്ട്. ഉള്ളതാവട്ടെ മാമ. സോഡയോ വെള്ളോ? പഞ്ചസാരയാടാ. ഈ പഞ്ചസാര വെള്ളോട്ടൊക്കെ എങ്ങനെ മാമ അടിക്കുന്നത്? ഷുഗറാണ്. ഓ അങ്ങനെ. മാമ മതിയാ മാമ? മതി. ഈ സാധാരണ വെള്ളം അടിക്കാനുള്ള കല്ല വാണ്ടല്ലേ? അങ്ങനല്ല. സാധാരണ കള്ളു കുടിക്കാര് ഈ കള്ളു കുടിച്ചിട്ട് ഭയങ്കര ബഹളം വെപ്പൊക്കെ. ഞാൻ അങ്ങനല്ല. എന്തുവാ? ഞാൻ കള്ളു കുടിച്ചാ സത്യം മാത്രമേ പറയൂ. നോണ സത്യം. നീ വെള്ളം മിക്സ് ചെയ്തേ കുപ്പിക്കകത്ത്? സത്യം.
സത്യം കണ്ടാ. മാമ ഞാൻ സത്യം മാത്രമേ പറയുള്ളൂ മാമ. ഗുഡ്, വെരി ഗുഡ്. ഞാൻ അങ്ങനെ വെള്ളം അടിക്കൊന്നുമില്ല. ശ്രീകുട്ടിയുടെ ഭാഗ്യം. കൂട്ടുകാർ വരുമ്പോ അവരോടൊപ്പം ഒന്ന് കൂടും. കൂട്ടുകാർ എല്ലാ ദിവസവും വരാറുണ്ടോ? നിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കല്യാണം പക്ഷെ 1 വർഷം കഴിഞ്ഞേ നടക്കത്തുള്ളൂ. 1 വർഷവും? ഞാൻ ഇച്ചിരി ബിസിയാടേ. ഞാനൊരു സിനിമ എടുക്കാൻ പോകുന്നു. സിനിമ? ഞാൻ അതിന്റെ പൂജയാ വരുന്ന 10-ാം തീയതി. പൂജയിൽ എന്നെയും കൂടെ ചേർക്കോ മാമ? പൂജയിൽ നിന്നെ ചേർക്കാൻ നീ ആര്? സാമ്പ്രാണിത്തിരി. മാമ പൂജ കഴിഞ്ഞ് മാമ സിനിമ ചെയ്യൂലേ? അപ്പൊ എനിക്കും കൂടെ ഒരു ചാൻസ്. അഭിനയിക്കാനാ? അതിനെ അഭിനയിക്കാൻ അറിയണം മാമ. ഞാൻ നന്നായിട്ട് അഭിനയിക്കും മാമ. മാമ ഒന്ന് ആലോചിച്ച് നോക്കും മാമ. കല്യാണം കഴിഞ്ഞ് ശ്രീകുട്ടിയുടെ ഭർത്താവ് ഒരു സിനിമാ നടനാണെന്നൊക്കെ പറയണ മാമനൊരു വെയിറ്റ് അല്ലേ? ഓ, അത്രയും വെയിറ്റ് ഒന്നും വേണ്ട. ഞാൻ അടിപൊളിയായിട്ട് അഭിനയിക്കും മാമ. ആ കല്യാണം കഴിഞ്ഞ് അവക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി 1-2 ഐറ്റം ഞാൻ വെച്ചിട്ടുണ്ട്. അത് വേണമെങ്കിൽ മാമന് കാണിച്ചു. എന്റെ സാധനം മാച്ചടിച്ചിട്ട് നീ എനിക്ക് തന്നെ ഉണ്ടാക്കണം അല്ലേ? ഇറങ്ങ വെളിയിൽ. എന്റെ ആക്ടിങ് എങ്ങനെയുണ്ട് മാമ? മാമ പേടിച്ചില്ലേ മാമ? ഇതിന്റെ ആക്ടിങ് ആയിരുന്നോ? എന്റെ ആക്ടിങ് എങ്ങനെയുണ്ട്? പേടിച്ചണക്ക് പാന്റിന്ന് വെള്ളമൊക്കെ വരണു. അത് മോഹൻലാലിന്റെ വിരൽ തുമ്പൊരു അഭിനയിക്കുമല്ലോ. ഞാൻ എന്റെ തുമ്പ് ഒന്ന് അഭിനയിച്ച് നോക്കിയതാ. മാമ ഉഗ്ര ആക്ടറാണല്ലേ? അങ്ങനെയാണെങ്കിലേ എന്റെ ഒരു ഐറ്റം ഉണ്ട് മാമ. തമിഴ് സിനിമ അന്യം കണ്ടിട്ടുണ്ട്? വിജയുടെ പടം, വിക്രമിന്റെ പടം. വിജയിച്ച പടം വിജയുടെ പടം മാമ. അതല്ല, അതിന്റെ ക്ലൈമാക്സിൽ വിക്രം വന്നിട്ട് 3-4 എണ്ണമൊക്കെ ആയിട്ട് കാണിക്കൂലേ? അതിന്റെ ഇടയിൽ കൂടെ ഞാൻ പ്രകാശ് റായിനെ കൊണ്ടുപോയി. കോംബോ. മാമ ഒരു കാര്യം ചെയ്യും, വീഡിയോ എടുത്ത് നമുക്ക് ഡയറക്ടറിന് അയക്കാം. വീഡിയോ എടു. ഞാൻ കാണിക്കണേ. நானே பெரிய நடிக என்கிட்ட நடிச்சு காட்டுறடா மவனே. உன்னை சுட்டுடுவேன். உனக்கு தைரியம் இருந்தா என்ன சொல்றா? அந்த பெருமாளான சுட்டு அந்த 5 கொலை எந்த தப்புமே பண்ணதே நான் தான். என்ன வெளிவிடுங்கோ, அம்பிய வெளிவிடுறா. മാമ സിനിമ മാറിപ്പോയി. ഇത് ഗംഗയല്ല, അമ്പിയാണ്. ഇങ്ങനെ ഇളവിയന്മാർക്കെല്ലാം ഗംഗയെന്ന് വിളിച്ചാൽ വീഡിയോ അയച്ചാ? പിന്നെ എന്റെ ആക്ടിങ് എങ്ങനെയുണ്ട് മാമ? ആക്ടിങ് കുഴപ്പമില്ല, പക്ഷെ ആക്ടിങ് മാത്രം പോരാ, ഡാൻസ് ഒക്കെ വേണം എനിക്ക്. മാമ ഞാൻ കിടിലൻ ഡാൻസറാണ്. എന്റെ നാട്ടിൽ എന്റെ വേവ് ഭയങ്കര ഫേമസ് ആണ്. വീഡിയോ എടുക്ക്. അയക്കണം. ഫസ്റ്റ് വേവേ. ഈ വേവ് എങ്ങനെയുണ്ട് മാമ? ഇത് വെന്തില്ലടാ. വേറെ വേവുണ്ട് മാമ, നോക്കിക്കോ. മാമ ഈ വേവ് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? എനിക്ക് നല്ല വേവ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് വീഡിയോ അയച്ചാ? മാമ ഇത് മാത്രമല്ല, ഒരു കഥാപാത്രത്തിന് വേണ്ടി എന്ത് ചെയ്യാനും റെഡിയാണ് മാമ. കേക്ക് മാമ. ആടുജീവിതമില്ലേ? ആടുജീവിതത്തില് പൃഥ്വിരാജ് മരുഭൂമിയിൽ പോയിട്ട് നഗ്നനായിട്ട് നിന്നില്ലേ? അതേപോലെ ഞാനും മരുഭൂമിയിൽ പോയിട്ട് നഗ്നനായിട്ട് നിന്നിട്ടുള്ള ഒരു ഫോട്ടോഷൂട്ട് ഉണ്ട് മാമ. അത് മാമൻ അയച്ചു തരാം. പച്ചക്കിരുന്ന് കാണാൻ പറ്റത്തില്ല. അയച്ചിട്ടുണ്ട് മാമ. എന്റെ മരുഭൂമിയിലെ ഡെഡിക്കേഷൻ എങ്ങനെയുണ്ട് മാമ? എന്റെ ഡെഡിക്കേഷൻ മണലിൽ കിടക്കുവാന്നല്ലോടാ. ശ്രീകുട്ടി കോള് പറഞ്ഞു മാമ. നാളിക്കാനും സമയം. ഹലോ. ശരി. എന്തു പറഞ്ഞു? നിന്റെ കല്യാണം മുടങ്ങി. കല്യാണം മുടങ്ങിയെന്നാ? അല്ല, എന്റെ കല്യാണം മുടങ്ങിയെന്ന് പറയാ ഡയറക്ടർ ആര്? ഡയറക്ടറോ? മറ്റേ നമ്മുടെ സിനിമയുടെ ഡയറക്ടറിനല്ലേ അയച്ചു കൊടുത്തത്? സിനിമയുടെ ഡയറക്ടറാ നീ പറഞ്ഞേ? ഞാൻ കേട്ടത് ഡയറക്ടർ എന്നാ. ഞാൻ ശ്രീകുട്ടിയുടെ അച്ഛനെ ഡയറക്റ്റ് അയച്ചു കൊടുത്തു. ഞാൻ ഇവിടെ കിടന്ന് ഡാൻസ് കളിച്ചതും എന്റെ മരുഭൂമിയിലെ ഡെഡിക്കേഷനും. ശ്രീകുട്ടിയുടെ അച്ഛൻ നിന്റെ ഡെഡിക്കേഷൻ കണ്ടിട്ടാ വേണ്ടാന്ന് മാമ. ആറ്റ നോറ്റാണ് ഒരു കല്യാണം സെറ്റ് ചെയ്തെടുത്ത. ആ കല്യാണമാണ് നിങ്ങൾ കൊണ്ട് തൊലച്ചത്. എന്റെ കല്യാണം. നീ വിഷമിക്കണ. നിന്റെ കല്യാണം നടക്കത്തില്ല എന്ന് വെച്ചാ കുല്ലു കലാസ്.
എന്തെങ്കിലും പറഞ്ഞു പ്ലീസ്. എനിക്കൊരു കാര്യം പറയാം. എനിക്കൊരു കാര്യം ഡെഡിക്കേറ്റ് ചെയ്യാൻ. നിങ്ങളുടെ രണ്ടുപേരുടെ ഡെഡിക്കേഷൻ അത് മണല് കൊണ്ട് മൂടിയിട്ടില്ല, അത് വിസിബിൾ ആണ്. ഞാൻ ഇൻട്രൊഡക്ഷനിൽ തന്നെ പറഞ്ഞില്ലേ, കൃഷ്ണരാജ് നമ്മുടെ സൈലന്റ് ആണ്, ആരിഫ് നമ്മുടെ കില്ലർ. ഇനി ആരുടെ ഡെഡിക്കേഷൻ എവിടെ കിടക്കുന്നു നിങ്ങൾ തീരുമാനിക്കും. അയ്യോ, ഞാൻ ഓക്കെയാണ് അവരുടെ ഡെഡിക്കേഷനിൽ. എന്താ ഇവരുടെ ഒരു നമ്മള് സാധാ എല്ലാവരുടെയും സ്കിറ്റിൽ നിന്ന് ഇവരുടെ സ്കിറ്റിന്റെ ഒരു വ്യത്യസ്തത എന്താണെന്നറിയാമോ? അവര് സ്റ്റൈൽ. അതെ, സ്കിറ്റ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടൊരു മീറ്റർ വ്യത്യാസവും സംസാരിക്കുമ്പോൾ ഉള്ള ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഇവർ രണ്ടുപേരും സ്കിറ്റേ അല്ല കളിക്കുന്നത്. അതെ, കാര്യം ഇത് അപ്പുറം ഇപ്പുറം ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്ത് ഇതൊരു സിറ്റ്കോം ആയിട്ട് എടുക്കാം. അങ്ങനെയാണ് ഇവർ അഭിനയിക്കുന്നത്. അതാണ് നിങ്ങളുടെ പ്രത്യേകത. ഇത് ഇങ്ങനെ തന്നെ ചെയ്യണം, ഇതിന് മാറ്റം വരുത്തേ ചെയ്യരുത്, ഇങ്ങനെ തന്നെ ഫോളോ ചെയ്യണം. അല്ല, കൃഷ്ണരാജ് ഇതിന്റെ മുമ്പ് ദുബായ് എല്ലാം പോയി താമസിച്ച് അവിടെ ഒമാനില് അതാണ് അതിന്റെ ആ ഒരു റിയലിസ്റ്റിക് ഫീൽ ഉണ്ടായിരുന്നു. നമുക്ക് ഇനി ബാറ്ററി ചാർജ് എത്രത്തോളം കയറി എന്നുള്ളത് നോക്കിയാലോ? വാ നോക്കാം. കരനിറയെ പണമൊഴുകണ കളി പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി ധൃതതുണ്ടന താളത്തിൽ ഞാൻ കരനിറയെ പണമൊഴുകണ കളി 35,000 rupees ആണ് നേടിയിരിക്കുന്നത്. ശ്രീ ചേച്ചി, ഞങ്ങളുടെ അറബിയാണ് മാഫി മുഷ്കിൽ. ഹാപ്പി ആയില്ലേ? ഇനി ഇതുപോലത്തെ കണ്ടന്റുമായിട്ട് തിരിച്ചു വരണം. ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് നിങ്ങളുടെ ആ ഒരു ഡെഡിക്കേറ്റഡ് പെർഫോമൻസ് കാണാൻ വേണ്ടി.